അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദാറുൽ ഇർഫാൻ ഇസ്ലാമിക് അക്കാദമി 2024 ആർട്സ് ഫെസ്റ്റ് ആർട്ടിഫിഷ്യൽ 2K24 ഇന്നലെ മുതൽ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് ആർട്ടിഫിഷ്യൽ രണ്ടാം ദിവസമാണ്. ഇന്നലത്തെ ആദ്യ മത്സര ഫലങ്ങൾക്ക് ശേഷം ഒരുപാട് ടീമുകൾ അവരുടെ അണിയറയിൽ കഠിന പ്രയത്നത്തിലാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഷെഡ്യൂളും കാര്യങ്ങളും അതുപോലെ നമുക്ക് അനുബന്ധ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കൺട്രോൾ റൂമിലേക്ക് എത്താം. അതിനുശേഷം 4 ഹൗസ് ലീഡേഴ്സിനെയും അവരെ ബന്ധപ്പെട്ട അണിയർ പ്രവർത്തകരെ നമുക്ക് പരിചയപ്പെട്ടിട്ട് നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് പോയേക്കാലോ. കമോൺ ഫോളോ മീ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൺട്രോൾ റൂമിലാണ്. കൺട്രോൾ റൂമിൽ നമ്മുടെ ചീഫ് കോർഡിനേറ്റർ ഹിനാൻ നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ ആ ദിവസത്തെ മത്സരങ്ങളൊക്കെ അവസാനിച്ചു, വളരെ ഗംഭീരമായിട്ട് മത്സരങ്ങളൊക്കെ അവസാനിച്ചത്. അതുപോലെ തന്നെ ഇന്ന് വലിയൊരു ടൈറ്റ് ഷെഡ്യൂളായിട്ടും വളരെ ഗംഭീരത്തോടെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ മത്സരങ്ങളെ കുറിച്ചിട്ടും നമ്മോടുമായി സംസാരിക്കുന്നു ചീഫ് കൺട്രോളർ നമ്മുടെ ഹിനാൻ കോട്ടക്കൽ. ടൈറ്റ് ഷെഡ് പറഞ്ഞാൽ ഇന്നലെ ഒരു പരിപാടി, ഇന്നലത്തെ നമ്മളെ സ്റ്റാർട്ടപ്പ് കഴിഞ്ഞു. ഇന്നിപ്പോ ഒരു വൺ ഡേ ആണ് നമ്മൾ തുടങ്ങുകയാണ്. വൺ ഡേ ആദ്യമായിട്ട് തുടങ്ങുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ടൈറ്റ് അത്ര ടൈറ്റ് ഒന്നും അല്ലെങ്കിൽ വാസ്റ്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി തന്നെ ഇരുന്ന് കണ്ട് 4 ദിവസത്തിനുള്ള സെറ്റാക്കി വെച്ചു എന്നുള്ളതാണ്. പിന്നെ വളണ്ടിയേഴ്സിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടായതുകൊണ്ട് കാര്യം ഇന്നത്തെ ദിവസം ഫുള്ളി റാത്തോടെ പോകുന്നുള്ള പ്രതീക്ഷയിലുണ്ട്. പിന്നെ ഇപ്പൊ നമുക്കൊരു ഇതുള്ളത് എന്താണെന്ന് വെച്ചാൽ വളണ്ടിയർ ക്യാപ്റ്റൻ ഇർഷാദ് രോഗിയായിട്ട് വീട്ടിലാണുള്ളത്. അത് മാത്രമുള്ള ഒരു ആശങ്ക. ബാക്കിയുള്ള വളണ്ടിയേഴ്സ് ഒക്കെ പക്ക ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇന്നലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു റാത്തായിട്ട് നടക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മള്. ആദ്യ ദിവസത്തെ മത്സരങ്ങളൊക്കെ അവസാനിച്ചല്ലോ. എങ്ങനെയാണ് നിലവിലെ മത്സര പെർഫോമൻസുകളെ സ്റ്റാറ്റസ് മനസ്സിലാക്കുന്നത്? അതുപോലെ തന്നെ ഇന്നലെ പ്രോഗ്രാമുകൾ ലാഗ് ഒന്നും വന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ തുടരാൻ സാധിക്കും. ലാഗ് എന്ന് പറയുമ്പോ ഒരു 15 മിനിറ്റ് അതൊരു നിസ്കാരത്തിന്റെ ഒരു ഇതായിരുന്നു. അല്ലാതെ ഇപ്പൊ നമുക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ മത്സരം ഫുള്ള് പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ പോയി എന്നാണ് അറിഞ്ഞത്. പക്ഷെ നോൺ സ്റ്റേജ് എന്ന് വിചാരിച്ച് പലരും ഏറ്റെടുത്ത സ്റ്റേജ് വരെ വളരെ ഉഷാറായവരെ അവതരിപ്പിച്ച് എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റി അഷുറൻസ് ഫോം എന്നുള്ളൊരു നടപ്പാക്കിയത് കൊണ്ട് തന്നെ പരിപാടികളൊക്കെ ആവറേജിലപ്പുറം ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ കൺട്രോൾ റൂമിൽ നല്ല ശുഭസൂചന മാത്രമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ബിഗ്സ്ബി ഹൗസിന്റെ സ്പെഷ്യൽ ട്രെയിനർ ആയിട്ടുള്ള ഫളുർ റഹ്മാനാണ്. അപ്പൊ ഫളുർ റഹ്മാൻ ചോദിച്ചോക്കാം, ആ ദിവസം മത്സരങ്ങളൊക്കെ അവസാനിച്ചു, വിദ്യാർത്ഥികളുടെ പെർഫോമൻസിലൊക്കെ എങ്ങനത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ആണെന്നുള്ളത് നമുക്ക് ചോദിച്ചോക്കാം. അപ്പൊ ബിഗ്സ്ബി ഹൗസിൽ നമ്മൾ ചേരുന്നു ഫളുർ റഹ്മാൻ. അസ്സലാമലൈക്കും. പ്രതീക്ഷിച്ചതിലുപരി എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അൽഹംദുലില്ലാ, അണിയറയിൽ നല്ല ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ ടീമും കരുതിയിരിക്കുക എന്നാണ് പറയാനുള്ളത്. ഞങ്ങൾ കോമ്പറ്റീഷൻ മെന്റാലിറ്റി ഒരിക്കലും വിട്ടിട്ടില്ല. ഇന്നത്തെ ഷെഡ്യൂള് നോക്കുമ്പോൾ ഏകദേശം കുറച്ച് ടൈറ്റ് ആണ് എങ്കിലും ഞങ്ങൾ മാനേജ് ചെയ്തിട്ട് നല്ല രീതിയിൽ ട്രെയിനിങ്ങും പെർഫോമൻസ് ഒക്കെ ഒരു അവതരിപ്പിക്കാൻ രീതിയിൽ ഒരിക്കലുള്ള ട്രെയിനിങ്ങും മറ്റു കോച്ചിങ്ങും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോ ബിഗ്സ്ബി ഹൗസ് എല്ലാ ഹൗസുകൾക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാത്തിരുന്നോളൂ, ഞങ്ങള് വലിയൊരു പോരാട്ടത്തിനാണ് ഇറങ്ങുന്നത് മാത്രമാണ്. അപ്പൊ നമുക്ക് അടുത്ത ഹൗസിലേക്ക് പോയേക്കാലോ. കമോൺ. പോരാട്ട വീരത്തിന്റെ ആർപ്പുവിളികളും വെല്ലുവിളികളായിട്ട് കോളേജിൽ ആവേശം നിറച്ച കൊർട്ടാന ഹൗസിന്റെ സിനാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ കൊർട്ടാന ഹൗസിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാലോ. അൽഹംദുലില്ലാ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കാലം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അൽഹംദുലില്ലാ നമ്മുടെ ഈ വർഷത്തെ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കുറച്ച് റിസൾട്ടുകൾ വന്നു. ഏകദേശം സ്റ്റേജ് പരിപാടികൾ ആരംഭിച്ചു. ഇന്നലെ കുറച്ച് പരിപാടികൾ നടന്നു. പക്ഷെ കുറച്ച് റിസൾട്ടുകൾ വന്നു. കൊട്ടൺ ഹൗസിന്റെ ഒരു പ്രതീക്ഷക്കും വിരാമിടുന്ന രൂപത്തിലല്ലായിരുന്നു റിസൾട്ടുകളെല്ലാം. കൊട്ടൺ ഹൗസിന് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള വഴി ദൂരങ്ങളെ കൃത്യമായി പറഞ്ഞു തരുന്ന രീതിയിലായിരുന്നു എല്ലാ റിസൾട്ടുകളും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അടുത്ത് നിന്നാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വളരെ സപ്പോർട്ടാണ് ലഭിക്കുന്നത്. സാനിയാണെങ്കിലും വിദായി ആണെങ്കിലും സാനവിയ സ്റ്റുഡൻസ് ആണെങ്കിലും ആലയിലും എല്ലാവരും ഒരുപോലെ ആർജവത്തോടെയാണ് പോരാട്ട വീര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കൊട്ടൺ ഹൗസിന്റെ പ്രതീക്ഷകൾക്കേറെ ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൊട്ടൺ ഹൗസ് പൂർണ്ണമായിട്ടും തൃപ്തരാണ്. ഇൻഷാ അല്ലാഹ് കപ്പിലേക്ക് തന്നെ എത്തുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കൊർട്ടാന ഹൗസ് പറഞ്ഞു വെക്കുന്നത് പൂർണ്ണ തൃപ്തരാണെന്നുള്ളതാണ്. അപ്പൊ അവരും ഒട്ടും മാറ്റിന്റെ ഒരു കുറവില്ല. അപ്പൊ ഏതായാലും കൊർട്ടാന ഹൗസിന്റെ ഗാലറിയിലേക്ക് കപ്പത്ത് നമുക്ക് നോക്കിയാലോ. അപ്പൊ നമുക്ക് എല്ലാം അടുത്ത ഹൗസിലേക്ക് പോയേക്കാം. സിരി ഹൗസിന്റെ ലീഡർ നമ്മുടെ അവരുടെ ആശങ്കയെ കുറിച്ച് പ്രതീക്ഷയെ കുറിച്ച് നമ്മൾ സംസാരിക്കും. അപ്പൊ നമുക്ക് നേരെ പോയേക്കാം. അപ്പോ ഇന്നലെ മുതൽ നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങി രാത്രിയോട് കൂടി. അപ്പോ ഇന്ന് ഇതുവരെ കഴിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ നോൺ സ്റ്റേജുകളായാലും കഴിഞ്ഞ സ്റ്റേജുകളൊക്കെ ആയാലും തന്നെ നല്ല പ്രതീക്ഷ നമ്മളെ കുട്ടികളടുത്ത് നമുക്കുള്ളത്. കാരണം നമ്മൾ നടത്തിയ പരിപാടികൾക്ക് നമ്മളെ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ തന്നെ കുട്ടികളടുത്ത് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളതും അതുപോലെ തന്നെ നല്ല സപ്പോർട്ടും അതുപോലെ തന്നെ കുട്ടി നല്ല കാര്യമായിട്ട് നമ്മളെ പരിപാടികൾ ഏറ്റെടുത്ത് അവരുടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് തന്നെ നമുക്കൊരു വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. കപ്പ് എന്നുള്ളത് സിരി തന്നെ കൊണ്ടുപോകും. അതാണ് ഇതിന്റെ ഒരു ശരി.